കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെന്ന അബിൻ വർക്കിയുടെ ആവശ്യം തള്ളിയിരിക്കുകയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കേരളത്തിൽ ഇരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാം, KC വേണുഗോപാൽ കേരളത്തിലും കേന്ദ്രത്തിലുമുണ്ട് എന്നാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചിരിക്കുന്നത്. അബിൻ വർക്കിയുടെ പ്രതികരണം കണ്ടിട്ടില്ല എന്നും സണ്ണി ജോസഫ് പറയുകയാണ്. ദേശീയ സെക്രട്ടറിയെ നിയമിച്ചതിൽ അതൃപ്തി വ്യക്തമാക്കി അബിൻ വർക്കി മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെയാണ് KPCC അധ്യക്ഷൻ്റെ പ്രതികരണം. തന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു അബിൻ വർക്കിയുടെ ആവശ്യം. കാലങ്ങളായി യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരുന്നു, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ല എന്നും കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെന്ന് പാർട്ടിയോട് അഭ്യർത്ഥിക്കുമെന്നും അബിൻ വർക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായി അബിൻ വർക്കിയെ നിയമിച്ച തീരുമാനം പുനഃപരിശോധിക്കില്ല എന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അബിൻ വർക്കിയുടെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നും ഉദയ് ഭാനു ചിബ് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ അബിൻ വർക്കി ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ താൽപ്പര്യമില്ല എന്ന് സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചതായും അബിൻ വർക്കി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ദേശീയ സെക്രട്ടറിയായി അബിൻ വർക്കിയെ നിയമിച്ച തീരുമാനം പുനഃപരിശോധിക്കില്ല എന്ന് ഉദയ് ഭാനു ചിബ് പറഞ്ഞത്. ഇത് സംഘടനയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കാര്യമാണ്. നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നിയിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന പ്രവർത്തകനാണ് അബിൻ വർക്കി. പാർട്ടി അബിൻ വർക്കിയെ ഏൽപ്പിച്ച ചുമതല അബിൻ വർക്കി ഉത്തരവാദിത്തത്തോടെ നിറവേറ്റണം. ദേശീയ സെക്രട്ടറി നിയമനവുമായി ബന്ധപ്പെട്ട് അബിൻ വർക്കിയുടെ പരാതി ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്നാൽ അബിൻ വർക്കി പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഉദയ് ഭാനു ചിബ് പറയുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ 1,00,000-ൽ പരം വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് തനിക്കാണ് എന്നുമാണ് അബിൻ വർക്കിയുടെ വാദം. അതുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജ്യം താനാണ് എന്നും അബിൻ വർക്കി പാർട്ടിക്കുള്ളിൽ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ വാദവും ഉദയ് ഭാനു ചിബ് തള്ളി. വോട്ട് കിട്ടിയതും ഇത്തരത്തിലുള്ള നിയമനവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് ഉദയ് ഭാനു ചിബ് പ്രതികരിച്ചത്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ താൽപ്പര്യമില്ല എന്ന് സൂചന നൽകിയ അബിൻ വർക്കി തീരുമാനം പുനഃപരിശോധിക്കാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചതായി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സാമുദായിക പരിഗണനയാണോ അധ്യക്ഷ നിയമത്തിൽ നിർണായകമായത് എന്നുള്ള ചോദ്യത്തിന് നേതൃത്വമാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് എന്നും അബിൻ വർക്കി പറഞ്ഞു. പല ഘടകങ്ങൾ കണക്കിലെടുത്ത് പാർട്ടി നേതൃത്വം എടുത്ത തീരുമാനം താൻ അംഗീകരിക്കുന്നു. എങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ തുടരാൻ അവസരം നൽകണമെന്ന് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചതായും അബിൻ വർക്കി പറഞ്ഞു. ഒരു തരത്തിലും ഒരു വെല്ലുവിളിയായി ഇതിനെ കാണരുത്. അടിയുറച്ച പാർട്ടി പ്രവർത്തകനായി തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നത്. പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാനാണ് ഇഷ്ടം. കോൺഗ്രസ് എന്ന വികാരം മാത്രമാണ് തൻ്റെ നെഞ്ചിലുള്ളത്. തന്നെ കേരളത്തിൽ തന്നെ തുടരാൻ അനുവദിക്കണമെന്ന് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സുപ്രധാന സമയത്ത് കേരളത്തിൽ തന്നെ തുടരാനാണ് തൻ്റെ താൽപ്പര്യം. പാർട്ടി തീരുമാനത്തെ മറിച്ചു പറയില്ല. അവസാന ശ്വാസം വരെ പാർട്ടി തീരുമാനം അംഗീകരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുകയായിരുന്നു. ഞാൻ കടപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയോടാണ്. യൂത്ത് കോൺഗ്രസിൽ തുടങ്ങി വെച്ച ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ കടന്നു വന്നത്. പാർട്ടി എന്താണ് ആവശ്യപ്പെട്ടത് അതാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന ടാഗ് കൂടി വന്നാലേ മേൽവിലാസം ഉണ്ടാവൂ എന്നാണ് ഞാൻ കരുതുന്നത് എന്നൊക്കെയാണ് അബിൻ വർക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത്.